ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തമിഴിൽ നിന്നും റിലീസ് ചെയ്ത രണ്ട് അഡൽട്ട് മൂവിയാണ്, സർട്ടിഫിക്കറ്റ് മൂവീസാണ്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു റൊമാൻറ്റിക് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അഡൽട്ട് മൂവിയാണ്. ഫയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. JSK സതീഷ് കുമാറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ബാലാജി മുരുകദോസ്, ചാന്ദിനി തമിഴരശൻ, രജിത, മഹാലക്ഷ്മി, സാക്ഷി അഗർവാൾ, ഗായത്രി ഷാൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫിസിയോതെറാപ്പി ഡോക്ടർ കാണാതാവുകയാണ്. മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളും പിന്നീട് ആ അന്വേഷണത്തിൽ ചുരുളറിയുന്ന രഹസ്യങ്ങളുമാണ് ഈ ഒരു സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമ ഉദ്ദേശിച്ചത് ഒരു കണ്ടന്റ് നല്ല രസകരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കണ്ടന്റ് രസമുണ്ടായിരുന്നു. അഡൽട്ട് രംഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, അഡൽട്ട് മൂവി ആണല്ലോ, അഡൽട്ട് രംഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ടുകളുണ്ട്, ഇൻറ്റിമേറ്റ് സീനുകളുണ്ട്, ലിപ് ലോക്ക് സീനുകളുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ. അതുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാരണം തന്നെ പാട്ടുകളാണ് കേട്ടോ. പാട്ടുകളും പിന്നെ ഈ ഒരു സിനിമയുടെ കണ്ടന്റും, ഒരു കോർ കണ്ടന്റ് എന്നുള്ളതും ഒരു അഡൽട്ട് കണ്ടന്റാണ് ഈ സിനിമയുടെ. അപ്പോൾ ഈ ഡോക്ടറെ കാണാതാവുന്നു, തുടർന്നുണ്ടാകുന്ന അന്വേഷണവും പിന്നെ ചുരുളരിയുന്ന രഹസ്യങ്ങളും എന്തൊക്കെയെന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. പെർഫോമൻസുകളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതിൽ നായകന്മാരൊക്കെ അധികം സിനിമകളൊന്നും കാണാത്ത നായകന്മാരാണ്. നായികമാരായിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ പല സിനിമകളും കണ്ടിട്ടുണ്ട്. മഹാലക്ഷ്മിയൊക്കെ കണ്ടതാണ്. പക്ഷെ എന്നാലും പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ഫീലായിരുന്നു എല്ലാവരും സമ്മാനിച്ചിരുന്നത്. വലിയൊരു മോശമല്ല, മോശമാക്കിയിട്ടുമില്ല, അടിപൊളിയാക്കിയിട്ടില്ല. ആ രീതിയിലൊരു ഏവറേജ് ആയിരുന്ന സംഭവം എന്നുള്ളതാണ്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഫയർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റിൽ ഈ കുറച്ച് ഇൻട്രോലിന് ശേഷമൊക്കെ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിൽ റെൻ്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ള ഒരു കോമഡി മൂവി, ഒരു അഡൽട്ട് ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത പെരുസ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, ഈ സിനിമയുടെ സ്റ്റോറി പറയുന്നത് തന്നെ ഒരു കോമഡിയാണ്. സംഭവം ഒരു കിടിലൻ കോമഡിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ മരിക്കുകയാണ്. അവരുടെ മക്കൾ ആ ഒരു സാഹചര്യം എന്തെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കാം. ആ ഒരു സാഹചര്യം, ആ ഒരു സംഭവം മറ്റുള്ളവരെ അറിയിക്കാതെ എങ്ങനെയെങ്കിലും ഈ ശവസംസ്കാരം നടത്തണം. അതിനുവേണ്ടി പെടാപ്പാടുപെടുന്ന വീട്ടുകാർ, അതാണ് ഈ ഒരു സിനിമയുടെ മൊത്തം സ്റ്റോറി എന്നുള്ളത്. അത് വളരെ അടിപൊളിയായിട്ട് ഒരു ചെറിയൊരു കണ്ടൻറ്റ് സൂപ്പറായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് വൈഭവ്, സുനിൽ റെഡ്ഡി, നിഹാരിക, ചാന്ദിനി തമിഴരശൻ ആൻഡ് ബാല ശരവണൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു കിടലൻ സംഭവം. 2023 റിലീസ് ചെയ്ത ടെൻഡിഗോ എന്ന് പറഞ്ഞ ശ്രീലങ്കൻ മൂവിയുടെ ഒരു റീമേക്കാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇളങ്കോ റാമാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പെരുസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സിനിമ വളരെ മികച്ച രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്, സൂപ്പറായി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളെവിടെയും ബോറടിപ്പിക്കാതെ അവർ പറയേണ്ട സംഭവങ്ങൾ മികച്ച രീതിയിൽ പറഞ്ഞു. ഒരിക്കലും ഫാമിലിയായിട്ട് കാണാൻ പറ്റാത്തൊരു പടമാണ്, ഒരിക്കലും കാണാൻ പറ്റാത്തൊരു സിനിമയാണ്. അതാണ് ഈ സിനിമയുടെ കണ്ടന്റ് എന്നുള്ളത്. ഒരു അഡൽട്ട് കോമഡി സംഭവമാണ്. അത് നിങ്ങളുടെ സിനിമ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഫാമിലിയായിട്ട് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു സിനിമ കൂടിയാണ്. 18+ ആണെങ്കിൽ കൂടി, ഫയർ 18+ ആണെങ്കിൽ കൂടി നമുക്ക് ഫാമിലിയായിട്ട് കാണുന്നതിന് വലിയൊരു സീൻ ഉണ്ടാവില്ല. പക്ഷേ ഈ സിനിമ എന്നുള്ളത് ഫാമിലിയായിട്ട് കാണുമ്പം അയ്യേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുള്ളതാണ്. അതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. പെരുസ് എന്ന ഈ ഒരു സിനിമ എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.